ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മണവാളൻ പടിയിറങ്ങുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയിൽ അനധികൃതമായി തുടരുന്ന മണവാളനച്ഛൻ സ്ഥലം മാറ്റം കിട്ടിയിട്ടും മാറിപ്പോകാതെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മണവാളനച്ഛൻ പടിയിറങ്ങുന്നു. പുതിയ കൈക്കാരന്മാർ, വളരെ ശക്തരായ കൈക്കാരന്മാർ, അവർ കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം വെച്ചിരിക്കുന്നു. 2 ആഴ്ചകൾക്കുള്ളിൽ കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഈ മണവാളനച്ഛൻ കുറച്ച് ആളുകളെ കൂട്ടി ഒരു പ്രാർത്ഥനാ പരിപാടിയും ഒക്കെ നടത്തിയിരുന്നു കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിൽ. അതിന് ആൾക്കാർ കുറഞ്ഞു. ഈ ഏകീകൃത കുർബാന വേണം എന്ന് ശക്തമായി വാദിക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന നല്ല കുടുംബത്തിൽപ്പെട്ട കുറേ പേര് ഒറ്റക്കെട്ടായി പുതിയ കൈക്കാരന്മാരുടെ പുറകിലും, അതുപോലെ ന്യായമായിട്ട് നിയമിക്കപ്പെട്ട വികാരിയച്ഛൻ്റെ പേരിലും, മണവാളച്ചൻ്റെ പുറകിലല്ല, ഈ ശരിയായിട്ടുള്ള ഞാളിത്തച്ഛൻ്റെ പുറകിലും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അവർ നല്ല കുടുംബത്തിൽപ്പെട്ടവരാ. ഈ മണവാളച്ചൻ്റെ കൂടെയുള്ള കൂതറ ആളുകളല്ല. അതിനാൽ മണവാളച്ചന് ആളുകൾ കിട്ടുന്നില്ല, അദ്ദേഹം ഒറ്റപ്പെടുന്നു. അതിനാൽ താമസിയാതെ ഈ കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് മണവാളൻ പടിയിറങ്ങുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെ സംഭവിക്കട്ടെ. അവിടെ കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒന്നാകെ ഏകീകൃത കുർബാന നടപ്പാകുന്ന ആ പ്രത്യാശയുടെ ഉദയസൂര്യൻ ഉദിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.